കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ചയല്ല, അതിന് മുമ്പത്തെ ആഴ്ച എങ്ങാണ്ട് ഞാൻ ഇങ്ങനത്തെ പോസ്റ്റേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വാൾ മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പ്രിൻ്റ് എടുത്തത്. ഡെസ്ക് മേക്ക് ഓവർ എന്നെക്കൊണ്ട് കൂടില്ല മക്കളെ, കാരണം അതിനാവശ്യമുള്ള സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. ഈ വിൻറ്റേജ് ആണല്ലോ ഈ ഓട്ടം സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ വിൻറ്റേജ് ഐറ്റംസൊക്കെ വേണം. അപ്പോൾ അതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ നമുക്ക് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. വാൾ മേക്ക് ഓവർ ഇങ്ങോട്ട് ചെയ്ത് ആശ്വസിക്കന്നെ. ഈ നമ്മുടെ വാളിൽ കുറച്ച് ക്യൂട്ട് സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ടുലിപ്പിൻ്റെ ഒരു പോസ്റ്ററൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പോസ്റ്ററല്ല, ഒരു ക്യാൻവാസ് പെയിൻറ്റിങ്. അതൊന്നും ഞാൻ വലിച്ച് പറിക്കുന്നില്ല. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പറിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ഒട്ടിച്ച് വയ്ക്കുന്നത്. ഇതാണ് നമ്മുടെ വാളിൻ്റെ എക്സാക്റ്റ് ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനെ നമ്മൾ കുറച്ച് വിൻറ്റേജെന്നും പറയാൻ പറ്റത്തൊന്നുമില്ല, അത്യാവശ്യം നല്ല ക്യൂട്ടൊന്നും പറയാൻ പറ്റില്ല, ഏതാണ്ട് അതിൻ്റെയൊക്കെ രണ്ടിൻ്റെയൊക്കെ ഇടയിൽ വിട്ടിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് അങ്ങോട്ട് വാരി വെതറി ഒട്ടിക്കുന്നു, അത്ര തന്നെ. ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് പ്രിൻ്റ് എടുത്തതല്ല, പിൻട്രസ്റ്റിൽ ഡൗൺലോഡ് ചെയ്തിട്ട് അത് പ്രിൻ്റ് എടുത്തതാണ്. എല്ലാം നല്ല അടിപൊളി സംഭവമായിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എല്ലാം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഈ റിബണൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മുടെ വാൾ ഗ്രിഡിലും ഞാൻ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വാളിപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ വക സംഭവങ്ങളൊക്കെ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. കാരണം വേറെ പശ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ പറിച്ച് കഴിഞ്ഞാൽ പോരില്ല. അപ്പോൾ ടെമ്പററി ആയിട്ട് അത് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനത്തെ ഒരു ക്യാൻഡിലാണ് എൻ്റെ കയ്യിൽ ആകെ കുറച്ച് വിൻറ്റേജ് എന്ന് പറയാനായിട്ടുള്ളൂ. അത് ഞാനതങ്ങോട്ട് എടുത്തുകൊണ്ട് പോന്നു. ഇതൊക്കെ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന സാധനങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റേഴ്സൊക്കെ ഞാൻ എടുത്തത് തന്നെ ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ വിചാരിച്ചു വോളിലും എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് വാൾ ഡെക്കേഴ്സായിട്ട് വോളിൽ കുറച്ച് പോസ്റ്റേഴ്സ് ഒട്ടിച്ച് കൊടുത്തത്. അപ്പോൾ ബാക്കി വന്നതൊക്കെ ഇതുപോലത്തെ ഒരു സിബ്ലോക്ക് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ബാഗിൽ ഞാൻ കുറച്ച് ഇട്ടിട്ട് വെച്ച്, എന്നിട്ട് ഇതെല്ലാം ഇങ്ങനെ കുറേ വന്നു കേട്ടോ. കഴിഞ്ഞപ്പോൾ ഈ ഒരു വലിയ പെട്ടിക്കകത്തായിരുന്നു ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എനിക്കതിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മേക്ക് ഓവറല്ല, ഇപ്പോൾ ഡെസ്ക് മേക്ക് ഓവറൊക്കെ വേറെ എപ്പോഴെങ്കിലൊക്കെ ചെയ്യാം, എന്നാലും വാൾ മേക്ക് ഓവർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഈ വക സാധനങ്ങളെല്ലാം ഞാൻ അടുക്കി പറക്കി വെച്ചു. ആൻഡ് ദിസ് ഇസ് ദ ഫൈനൽ ലുക്ക്. രാത്രിയൊക്കെ ഇരുന്ന് കാണാൻ അടിപൊളിയായിരിക്കും. ഈ 2 ക്യാൻഡിലും കൂടെ കത്തിച്ച് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട.